ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലോട്ട് പോകാം. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ യൂഷ്വലി വീഡിയോസ് ചെയ്യുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോസും ഈറ്റിംഗ് വീഡിയോസും റെസ്റ്റോറൻറ്റ് വീഡിയോസും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കുറച്ച് സ്ലോ മോഷൻസ് അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് പരദൂഷണം പറയുന്ന മലയാളികളും മറ്റുള്ളവർ ഉയർത്തി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ജലസാകുന്ന മലയാളിയും, ഒരാൾ നന്നായാൽ അതിന് കണ്ണുകടിയുള്ള മലയാളികളും, മനസ്സിലായില്ല, ഒരാൾ താഴ്ന്നു നിൽക്കുമ്പോൾ അവരെ കുറച്ചുകൂടെ ചവിട്ടി താഴ്ത്തുക, അവരൊരു പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് നിൽക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് മലയാളീസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാനൊരു മലയാളിയാണ്. പക്ഷേ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ട് കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചുമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പം ഞാനൊരു മലയാളിയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഒരു മലയാളിയെക്കുറിച്ച് കുറ്റം പറയുന്നതെന്ന് പറയുന്നത്? കുറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയണം. അതിപ്പോൾ ആരായാലും, ഇപ്പോൾ എൻ്റെ കുറ്റം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും പറയണം, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതിൽ എൻ്റെ കുറ്റം ഉണ്ടാവണം, മനസ്സിലായില്ല. അല്ലാതെ നമ്മളെക്കുറിച്ച് ആർക്കും ഡീപ്പായിട്ട് അറിഞ്ഞുകൂടാതെ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോയതിനെക്കുറിച്ച് അറിയാതെ കുറച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ ഞാനും സംസാരിക്കും, ചിലപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി നടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈഫിൽ ഇപ്പോൾ ഒരു ബോട്ടം ലെവൽ, അതായത് ഒരു ഏറ്റവും താഴ്ചയിൽ നിൽക്കുന്ന ഒരാളെയും കുറച്ച് ടോപ്പിൽ നിൽക്കുന്ന ഒരാളെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈഫിൽ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് എല്ലാവരും പുകഴ്ത്തി പറയും, ഒരാൾ പുകഴ്ത്തി പറയുന്നതിനെക്കാട്ടി കുറച്ച് കുറ്റങ്ങൾ പറയും, എല്ലാം ചെയ്യും. ഇപ്പോൾ താഴെ നിൽക്കുന്ന ആൾക്കായാലും രണ്ട് ലെവലാണല്ലോ ഉള്ളത്, ബോട്ടം ലെവലും ടോപ്പ് ലെവലും. അതായത് ജീവിതത്തിൽ എന്താ പറയുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ ബോട്ടം ലെവലിൽ. ടോപ്പ് ലെവലെന്ന് പറയുന്നത് സക്സസ് ആയ ആൾക്കാരും കുറച്ച് ലൈഫ് കുറച്ചുകൂടെ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ബെറ്റർ ആയ കുറച്ച് ആൾക്കാരും ഉണ്ടാവില്ല. അതാണ് ടോപ്പ് ലെവൽ. അപ്പോൾ നമ്മളിപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അതായത് ബോട്ടത്തിൽ നിൽക്കുന്ന, അതായത് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ മെയിൻലി താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും, മനസ്സിലായില്ലേ? താഴ്ത്തി കെട്ടുക ശ്രമിക്കുക, അതാണ് അവരുടെ മെയിൻ ഇത്. എന്നിട്ട് ടോപ്പിൽ നിൽക്കുന്ന ആൾ, ഇപ്പോൾ ടോപ്പിൽ അതായത് കുറച്ച് പണമുള്ള കുറച്ച് സക്സസ് ആയ ആൾക്കാരെ കുറിച്ച് പറയും, അവർക്ക് പണമുണ്ട്, അവർക്ക് അതുണ്ട്, അവർക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അവർ ടോപ്പിൽ എങ്ങനെയാണ് എത്തിയത്, അതിൻ്റെ ഈ ടോപ്പിലും ബോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ഈ സെൻറ്ററിലുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർ ഇത് ചെയ്യുന്നില്ല. അതായത് അവരുടെ സ്ട്രഗിൾസും അവരെങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടു അല്ലെങ്കിൽ അവർ ചെയ്ത സാക്രിഫൈസ്, ഇതിനെക്കുറിച്ചൊന്നും ആൾക്കാർ സംസാരിക്കത്തില്ല. ടോപ്പിൽ നിൽക്കുന്ന ആളെക്കുറിച്ച് ജലസാവുകയും ബോട്ടത്തിൽ നിൽക്കുന്ന ആളെക്കുറിച്ച് ചവിട്ടി താഴ്ത്തുകയും അവനെ കുറച്ചുകൂടെ പെരുംകുഴിയിലോട്ട് വലിച്ച് ഇടുക എന്നുള്ളൊരു സിറ്റുവേഷനുമാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരാളിപ്പോൾ ഒരു വലിയ ലെവലിൽ എത്തി, അല്ലെങ്കിൽ സക്സസ് ആയി, കുറച്ച് സൊസൈറ്റിയിൽ വലിയ വിലയായി, നല്ല കാശായി, നല്ല പണമായി, അല്ലെങ്കിൽ അത്രയും വാല്യൂ ആയി, അത്രയും ഡിഗ്നിറ്റി ആയി, അല്ലെങ്കിൽ അത്രയും സക്സസ് ആയ ഒരാളെക്കുറിച്ച് ആൾക്കാർ ഓബിയസ്ലി പറയുന്നത്, അവൻ ഇങ്ങനെയാണ്, അവൻ വലിയ ആളായിപ്പോയി, അവൻ ഇതായിപ്പോയി, ഇവൻ ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ജലസാവുമോ, അവരവിടെ പോകുന്നവർ ഇവിടെ പോകുന്നവർ ജലസാവുന്നു. നമ്മൾ എന്തിനാണ് അങ്ങനെ ആവുന്നത്? അതിൻ്റെ ആവശ്യം, കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള കാര്യം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത്, അത്രയും സാക്രിഫൈസ് ചെയ്ത്, അത്രയും അവർ കഷ്ടപ്പെട്ടാണ് അവർ ആ ടോപ്പിലെത്തിയത്. സോ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കത്തില്ല. അവർ സംസാരിക്കുന്നത് ടോപ്പിൽ എത്തിയതിന് ശേഷം അവരെക്കുറിച്ച്, അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയി, അവരിങ്ങനെ ആയി, ഇവർക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, നമുക്കൊന്നും ഇങ്ങനെ ആവുന്നില്ല, അങ്ങനത്തെ ഉള്ള ഒരു അസൂയ തരത്തിലുള്ള ഒരു രീതിയിലാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. എന്തിന്? നിങ്ങൾക്ക് ഇറങ്ങി കഷ്ടപ്പെട്ടുകൂടെ? അല്ല, ഇപ്പോൾ ബോട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ ചോദിക്കും, ഒരു സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കും, നീ എന്ത് ചെയ്യുന്നു, നീ അങ്ങനെ ചെയ്യുന്നു, നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത്, നിനക്കൊന്നും ഇങ്ങനെയില്ല, നിനക്കൊന്നും ഒരു പണിയില്ല, നിനക്ക് മറ്റത്തില്ല, മറിച്ചെന്ന് വെച്ചാൽ അവരെ അങ്ങ് ചവിട്ടി താഴ്ക്കുക എന്നുള്ളൊരു പോളിസി. ടോപ്പിൽ നിൽക്കുന്ന ആളെക്കുറിച്ച് അവൻ അങ്ങനെ ആയല്ലോ എന്നുള്ള ഒരു അസൂയുള്ള ഒരു മെൻറ്റാലിറ്റി. ഇത് രണ്ടുമാണ് ഒരു എക്സ്ട്രീം ലെവലാണല്ലോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് ഇതിലും പെടാത്ത ആൾക്കാരാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിൽ നിൽക്കുന്ന ആയാലും അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടും അല്ലെങ്കിൽ സെൻട്രലിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് മിങ്കിൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ആണ് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടുള്ളതും, ബോട്ടത്തിൽ നിൽക്കുന്നതിന് കുറച്ച് കൂടുതൽ നമ്മൾ മിങ്കിൾ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളെ അവസ്ഥയും അങ്ങനെ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചെയ്യും. നമ്മളെന്ന് വെച്ചിട്ട്
ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ എന്താ പറയുക, അവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെക്കുറിച്ച് അവരുടെ അടുത്ത് എനിക്കൊരു അസൂയമില്ല, എനിക്ക് ഒരു തരത്തിലുള്ള അവരുടെ അടുത്തൊരു വിദ്വേഷ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരത്രയും ഒരു ലെവലിൽ അവരുടെ ഒരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റാണ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രയോറായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ബോട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ഇന്ന് എന്താണ് നാളെ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്, അത് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ ആൾക്കാരുണ്ടാവും, നമ്മൾ കൂടെ നിൽക്കുന്നവരും കൂടെ നിൽക്കാത്തവരും അല്ലാത്തവരും കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മളെ ചീത്ത വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മളെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്ന നമ്മളെന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ നമ്മളെ വിളിച്ച് ചീത്ത വിളിക്കാറുണ്ട്. ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ അവർ നമ്മളടുത്ത് കൂട്ടുകൂടാൻ ശ്രമിക്കും. കുറച്ചുകൂടെ സ്നേഹം അതായത് ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ഇല്ലാത്ത കണക്കത്തെ സ്നേഹമാണ് പിന്നെ വരുന്ന സ്നേഹങ്ങൾ. ഇതൊക്കെയാണ് ചില ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചില ആൾക്കാർ ഓരോരുത്തരുടെ പ്രൈവസിയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ നോക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്തത്, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാത്തത്, നിങ്ങൾ എന്താ സൊസൈറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് മുന്നോട്ട് പോകാത്തത്. അതായത് സൊസൈറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയിൽ നിന്നും ഒരിക്കലും ആർക്കും എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇതുവരേക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നതും ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നതും ഒരുപാട് പേര് വേറെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നതും. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അതായത് സൊസൈറ്റിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒബിയസ്ലി നമ്മൾ എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരാണെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ബാഡ് ഗൈ ആണെന്നോ, ഇവൻ എന്താണ് ഇങ്ങനെ, ഇവൻ ഒരു ഇതാണല്ലോ എന്ന് പറയും. കാരണം നമ്മൾ അവർക്ക് ഒരു ദ്രോഹം ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കേസ് തന്നെ ഞാൻ പറയാം. ഞാനിപ്പോൾ അങ്ങനെ സൊസൈറ്റി സ്റ്റാൻഡേർഡ്സിൽ കൂടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ സൊസൈറ്റിയിലെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, നമ്മളെ ബോധങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതും ഇതൊക്കെ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്ക് ആൾക്കാർ ഒബിയസ്ലി നമ്മളങ്ങ് ചവിട്ടി താഴ്ത്തുകയും നമ്മൾ എന്താ പറയുക നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം ശരിയില്ല. ഓക്കെ, അതൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്നെക്കുറിച്ച് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ബിക്കോസ് ഇവരൊന്നും അല്ല നമുക്ക് ചിലവിന് തരുന്നതും നമ്മൾ പണിയെടുത്താലേ കാശ് വരും. അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് പോയാലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു ജീവിക്കണമെങ്കിൽ കാശ് വേണം. നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഒരാളെ ഈ പ്രൈവസിയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ബട്ടിൽ പറയുമ്പോൾ നിങ്ങളിപ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങളുടെ സാക്രിഫൈസ് കൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേറൊരുത്തൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, അതിങ്ങനെയാണ്, അതങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, ഇവരിങ്ങനെയാണെന്നുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെയും നല്ല വരുന്ന ജനറേഷനെയൊക്കെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ ഒരുപാട് എന്താ പറയുക നമ്മുടെ പഴയ ജനറേഷൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതാണ്. അവർ ഉണ്ടാക്കിയതാണ് നമ്മളിപ്പോൾ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് പഴയ ജനറേഷനെ ഒബിയസ്ലി ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരുടെ അടുത്ത് ബഹുമാനവും കാര്യങ്ങളും എല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് ആ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവേണ്ട സിറ്റുവേഷൻ ആവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ എതിർപ്പുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ പ്രൈവസി കയറി ഇടപെടുക. അത് നിങ്ങൾ അങ്ങനെ ആയോ, നിങ്ങൾക്ക് ഇങ്ങനെ ആയോ, നിങ്ങൾക്ക് ഇങ്ങനെയാണോ, നിങ്ങൾ എന്താണോ ഇതാണെന്ന് അതൊരു ഏറ്റവും അതായത് അവരുടെ പ്രൈവസി, അതായത് അവരാണ് ജീവിക്കുന്നത് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രൈവസി കയറി ഇൻ്റർഫിയർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക, എന്താ പറയുക സംസാരിക്കുക, അതിനെക്കുറിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ എന്താ പറയുക വേറെ രീതിയിലോട്ട് ടാർഗറ്റ് ചെയ്ത് വേറൊരു തലത്തിലോട്ട് എത്തുക, ഒരു ബാഡ് ഗൈ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ അത് മാത്രമല്ല വീട്ടുകാരായാലും നമ്മുടെ പുറമേ ഉള്ള ആൾക്കാരായാലും എന്താ പറയുക നമ്മുടെ വരുന്ന ജനറേഷനും എല്ലാം എല്ലാവരും നല്ലത് പറയണം, എല്ലാവരും അങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്നൊക്കെ അങ്ങനെ പറയിപ്പിച്ച് ഓരോരുത്തരുടെ ലൈഫിന് ആ ഒരു തലത്തിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ജനറേഷനും ഉണ്ടാവും. ഇനി അടുത്ത ജനറേഷൻസാണ് നമ്മളെ എന്താ പറയുക തലമുറകളെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരാണ്. സോ പിന്നെ ഈ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവും അവരുടെ ഒരു മെൻറ്റാലിറ്റിയും മാറേണ്ട സമയം കഴിഞ്ഞു. കുറേയൊക്കെ മാറുന്നുമുണ്ട്, ആൾക്കാർ ചേഞ്ചിനനുസരിച്ച് മാറുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോടത്ത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം വേറൊരാളുടെ വ്യക്തി ഹത്യ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരാളുടെ പ്രൈവസിയിൽ കയറുക, അവരെന്ത് ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, ഇവർക്ക് അങ്ങനെ ചെയ്തുകൂടെ, ഇവർക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, ഇവരെങ്ങനെയായിരുന്നല്ലോ, ഇവർക്ക് അങ്ങനെ ആയിരുന്നൂടെ, അങ്ങനത്തെ ഉള്ള ഒരു പെർസ്പെക്റ്റീവിനോട് എനിക്കൊരു താല്പര്യവുമില്ല. കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കരുത് ലൈഫിൽ. നമുക്ക് എന്താ പറയുക ഓരോരുത്തർക്ക് ഒരു വിജയം ഉണ്ടായാൽ അത് അവരുടെ കഷ്ടപ്പാട്.
കഷ്ടപ്പാട്. അപ്പോൾ അവരുടെ അപ്രിഷ്യേറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇപ്പോൾ താഴെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്നുള്ള ഒരു ഇത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു തലമുറ അങ്ങനെയാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്യാറില്ല. ഇപ്പോൾ ലൈഫ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ തത്രപ്പാടിലാണ്. ഇപ്പോൾ എല്ലാം ഡിഫിക്കൽട്ടായിട്ട് വന്നിരിക്കുകയാണ്, ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രഗിൾസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ലക്ഷ്യങ്ങൾക്കും വേണ്ടിയും, നമുക്ക് എന്താ പറയുക ജീവിത ചിലവുകൾക്ക് വേണ്ടിയും, അതെല്ലാം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഇൻവോൾവ് ആയിട്ടുള്ള അതായത് പുറത്തുനിന്ന് ഒരാൾ ഇൻവോൾവ് ചെയ്യുന്നു, പിന്നെ അവർ അതിനെക്കുറിച്ച് ചോദിക്കുന്നു, അതായത് എന്താ പറയുക ബാക്കിയുള്ളവൻ്റെ പ്രൈവസിയെക്കുറിച്ച് ഇത് ചെയ്യുന്നു. ഇതൊന്നും നല്ലൊരു പ്രവണതയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നമ്മുടെ ലൈഫാണ്, അത് നമ്മൾ ചിന്തിക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ അതിനെക്കുറിച്ച് ഈ ആൾക്കാർ വെറീഡായി അല്ലെങ്കിൽ ആൾക്കാർ ഇതായി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തെ നമുക്ക് നല്ലപോലെ നയിക്കാനും നമ്മുടെ ഉള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മൾക്കായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ തന്നെ ചിന്തിക്കുക, മുന്നോട്ട് പോവുക അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യത്തിലെത്താനുള്ള കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇത് ഞാനൊരു ഫുൾ സ്ട്രെച്ചിലാണ് പറയുന്നത്. ഞാനങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഫുള്ളി റിയലാണ്. സോ എനിക്ക് നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയേണ്ടതും സംസാരിക്കേണ്ടതെല്ലാം. സോ ഞാനിത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനോ കട്ട് ചെയ്യാനോ ഒന്നും നിൽക്കത്തില്ല. സോ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാനത് പ്രകടിപ്പിച്ച് പറയും, ഇതെല്ലാം ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും പറയുക. അത് ഒബ്വിയസ്ലി നമ്മൾ ശ്രമിച്ച് മാറ്റാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഗൈസ്. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് സബ്സ്ക്രൈബും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക ട്രാവൽ ചെയ്യുന്ന വീഡിയോസാണ് കുറച്ചുകൂടെ ലോങ് വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഷോർട്സ് ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടവും കാര്യങ്ങളും. പിന്നെ കുറച്ച് നമ്മൾ ഇത്രയും ആൾക്കാർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത്രയും ആൾക്കാർ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത്രയും ഒരു ഇതുണ്ടാവുള്ളൂ. നമ്മൾ എക്സെപ്ഷണൽ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി കിട്ടുകയും അതിനോട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യുന്നത്. സോ അപ്പോൾ ഞാനെന്തായാലും അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.